എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. വിഷ്ണുമായ ദേവനെ പൂജിക്കുകയും ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പണമുണ്ടാവും, അല്ലെങ്കിൽ പണം വന്നു ചേരും, ബിസിനസ് പുരോഗതി ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവിത സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ള സങ്കല്പപ്രകാരം പല ആളുകളും വിഷ്ണുമായ സ്വാമിയെ സേവിക്കലും അല്ലെങ്കിൽ മറ്റു മഠങ്ങളിൽ നിന്ന് കൊടുന്നിട്ട് പൂജിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പല ആളുകളും പറയുന്നത് എനിക്ക് വളരെ പരാജയപ്പെട്ടു, എല്ലാം തകർന്നുപോയി, ഒരു ഗുണമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ദോഷവശം എന്നുള്ളതാണ്. ദോഷവശം എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ളതും ഈ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും വിഷ്ണുമായ സ്വാമിയുടെ അടുത്തേക്ക് പോകുന്നതൊക്കെ നമുക്ക് പ്രശ്നപരിഹാരത്തിനായിട്ടാണ്. പ്രശ്നം വെച്ചാല് എന്തെങ്കിലും ഇപ്പോൾ കടബാധ്യത, സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ തൊഴിൽ പരാജയം, കുടുംബ ദുരിതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിനും സമ്പത്തും വന്നു ചേരാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ പുരോഗതി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അവർക്കൊക്കെ വിഷ്ണുമായ സ്വാമിയെ ജപിക്കാനായി നമ്മൾ മന്ത്രദീക്ഷയായിട്ടോ മറ്റുള്ള രീതിയിലൊക്കെ എടുത്തൊരു ഭക്തനായി കൊണ്ട് നമുക്ക് ജപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് യാതൊരു കുഴപ്പമില്ല. അത് സ്വമേധയാൽ തന്നെ നമുക്ക് അനുഗ്രഹമായി വന്നിട്ട് ഭഗവാന്റെ ആ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. അതല്ലാതെ പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു മഠത്തിൽ നിന്ന് നമുക്ക് വിഷ്ണുമായുടെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഒഴിഞ്ഞു കൊടുന്നിട്ട് പെട്ടെന്ന് ബിസിനസ് ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്ണുമായ സ്വാമിയെ മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മളിലേക്ക് അവിടുത്തെ ചൈതന്യത്തിന്റെ, ഇപ്പോൾ വലിയ മഠങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നുള്ള ആ ചൈതന്യത്തിന്റെ ഒരംശം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ആ ദേവന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പുരോഗതി ഉണ്ടാവുന്നത് നമ്മൾ ഈ ചൈതന്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സുഖിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കി ആർഭാടത്തോടു കൂടി ജീവിക്കാനോ ഉള്ള സ്വപ്നം കൊണ്ടാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും വിജയിക്കില്ല. അത് അങ്ങേയറ്റം പരാജയപ്പെടും. ഈ കൊണ്ടുവരുന്ന വ്യക്തി ഭഗവാനോടുള്ള ഭക്തി കൊണ്ടും ഇഷ്ടം കൊണ്ടുമായി മാറിയതിന് ശേഷം നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാനും കൊള്ളാനും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ആ കൊടുന്ന വ്യക്തി അതിനു വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാവണം. ഈ പ്രയത്നിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല രീതിയിലുള്ള ജീവിതവും കുടുംബ സൗഭാഗ്യങ്ങളും സമ്പത്തൊക്കെ വന്നു ചേരാൻ വേണ്ടി വിഷ്ണുമായ സാന്നിധ്യത്തിൽ തന്നെ, അനുഗ്രഹത്താൽ തന്നെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്താണ്, ലളിതമായ ജീവിതം, സാമ്പത്തികമായിട്ടുള്ള ദുർച്ചെലവുകൾ, ആർഭാടങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ സ്വാമി ഭക്തനായിക്കൊണ്ട് നമ്മുടെ അടുത്ത സന്താനങ്ങൾക്കും പരമ്പരകളുടെയും ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കാൻ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളിത് ഒരു സ്ഥലത്ത് നിന്ന് കൊടുന്നു കഴിഞ്ഞാൽ വിഷ്ണു അടിച്ചു പൊളിച്ച് ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം, ഇനി ഒന്നും നോക്കണ്ട. ഈ മഠങ്ങളുടെ പരസ്യം കാണുന്നുണ്ടല്ലോ, ഇപ്പൊ വിഷ്ണുമായ മഠങ്ങളിലെ പരസ്യം കാണുമ്പോൾ അവരുടെയൊക്കെ ദേഹത്ത് ഒരു 10-25 പവന്റെ സ്വർണവും മാലയും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതുപോലെയൊക്കെയുള്ള ആർഭാടങ്ങളിൽ ജീവിക്കാം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് നിങ്ങളിത് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ മഠങ്ങളിലെ തലമുറകൾ വെച്ചാലും 2-3 തലമുറകൾ പ്രയത്നിച്ച് അവരുടെ അതിനൊരു അടിവേരുണ്ടാക്കി അതൊരു മൂല്യവത്തായിട്ടുള്ള ഒരു സംരക്ഷണം വെച്ച് കൊടുന്ന് മൂല്യവത്തായിട്ടുള്ള ചൈതന്യത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മഠത്തിലെ പരമ്പരകളുടെ ഒരു 4-ാമത്തെ 5-ാമത്തെ കണ്ണിയൊക്കെ ആയിരിക്കും ഇപ്പൊ ഉള്ള ആളുകൾ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ പൂർവികര് ചെയ്തു വെച്ച അനുഗ്രഹമാണ് ഇപ്പോൾ അവര് സന്തോഷത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് നിങ്ങൾ ഒരു വിഷ്ണുമായ സാന്നിധ്യത്തെ നിങ്ങളിലേക്ക് ലയിപ്പിക്കാനോ പരിപാലിക്കാനോ ആചരിക്കാനോ ആരാധിക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ
ഇതാണ്ട് കൊണ്ടച്ചുകൊണ്ട് തന്നെ മോളിന്ന് ആകെ ലോകത്തിലെ നോട്ടും കെട്ട് വന്ന് വീഴൊന്നുമില്ല. നമ്മൾ ആ ഒരു ഭക്തി പുരസ്സരം പരിപാലിച്ചു കൊടുന്ന് നമ്മൾ ചെയ്യുന്ന ജോലികളും ബിസിനസ്സുകളും ഒക്കെ ലളിതമായി നല്ല രീതിയിൽ ചെയ്ത് ലളിതമായി ജീവിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായി മാറണം ആര്? ഈ വിഷ്ണുമായയെ കൊടുന്നാണ്. അന്നെങ്കിൽ മാത്രമാണ് ആ വ്യക്തിക്ക് ഈ സ്വാമി ചൈതന്യം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ കഴിയുള്ളൂ. നിങ്ങൾ പഴയ കാലത്തൊക്കെ ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തൊട്ടടുത്തുള്ള ഒരുവിധം പച്ചക്കറി കടയും ബിസിനസ്സൊക്കെ നടത്തുന്നത് ക്രിസ്ത്യൻസും ആൾക്കാരൊക്കെ ആവും. ഇവരുടെയൊക്കെ മക്കളൊക്കെ ഭയങ്കര ലേവിഷായിരിക്കും. പക്ഷേ അവിടെ ഈ വിഷ്ണുമായനെ പൂജിക്കാനും ഒക്കെ ഉള്ള ആചരിക്കുന്നവരൊക്കെ അവരുടെ ചട്ടയും മുണ്ടിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും മൂട്ടയിടക്കം ഉണ്ടാവും. കാരണം വെച്ചാൽ കുളിക്കൂല കഴുകൂല ഒന്നുമില്ല പറഞ്ഞ പോലെയാണ്. കാരണം അവര് ആ ഒരു പണ്ടത്തെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ജീവിതവും കാര്യങ്ങളൊക്കെയാണ് അവർ സമ്പാദിക്കുന്നത് അവരുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയാണ്. ഇതൊക്കെ ലളിത ജീവിതം നയിച്ചുകൊണ്ട് വേണം നമുക്ക് അടിവേരുണ്ടാക്കി നല്ലൊരു പിടിവള്ളിയാക്കി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇതിനെ ഉണർത്തിക്കൊണ്ടുവരാം. അല്ലാതെ അപ്പം തന്നെ പോയിട്ട് നമ്മളിത് കൊടുന്നിട്ട് കടയിലൊരു ബിംബവും ഒരു ഫോട്ടോ ഒരു അളക്കിൽ കുറച്ച് ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും നമുക്ക് നല്ലൊരു ഇതുണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും വേണം. അതാണ് എടുത്തു പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും പല സ്ഥലത്ത് പോയിട്ടും ഇതൊക്കെ കൊടുന്നിട്ട് ഇതൊക്കെ അല്ലെങ്കിൽ എന്തിനേ കൊണ്ടണത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു മാർഗം വിഷ്ണുമായനോട് കൊടുന്നാവും എന്നുള്ള ഒരു ധാരണയും പ്രതീക്ഷയോടാണ് ഈ കൊണ്ടത്. ഇതുമൂലം തന്നെ എല്ലാ ആളുകൾക്കും പരാജയം വന്നിട്ടും നഷ്ടങ്ങൾ വന്നിട്ടും ഉണ്ടായിരുന്നതിനേക്കാൾ പിന്നാക്കം പോയിട്ടൊക്കെ പല ആളുകളും ഉണ്ട്. അവര് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു ദേവന്റെ അടുത്ത് പോയിട്ട് കെട്ടിമറിഞ്ഞ് വീണിട്ടാണ്ട് ഇതായതുകൊണ്ടൊന്നും നമുക്ക് നോട്ടും കെട്ടോ സാമ്പത്തികമോ സ്വർണവും പണമൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. അല്ലെ കഷ്ടപ്പാട് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുകയും നമ്മൾ നല്ല രീതിയിൽ പ്രയത്നിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ ഭഗവാന്റെ ഒരു തുണയുണ്ടാകുമ്പോൾ അതിനൊക്കെ 10 മടങ്ങ് ഇരട്ടി നേട്ടമാക്കി മാറ്റാനാണ് പറ്റുള്ളൂ. ആ നേട്ടമായി വരണമെങ്കിൽ നമ്മളെന്താണ് ആ ബിസിനസ്സിനെ കഠിനാധ്വാനമായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ വരവ് ചെലവുകൾ വളരെ ലളിതമായി ജീവിച്ച് അതിന് മിച്ചം പിടിച്ച് നമുക്കൊരു ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വിഷ്ണുമായയെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തു നിന്നോ കൊടുന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാൽ തന്നെ ഭഗവാന്റെ ഭക്തി പുരസ്സരം നിങ്ങൾ മന്ത്രം ജപിച്ച് സിദ്ധിപ്പെടുത്തി അനുഗ്രഹിച്ച് നിങ്ങളുടെ ഒരു തലമുറ വെച്ചാൽ നമ്മൾ ഇന്ന് നമുക്ക് പറ്റാത്തത് മക്കൾക്ക് കഴിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നേട്ടത്തിലേക്ക് വേണ്ടി പരിശ്രമിക്കാം. ഇത് പറയാൻ തന്നെ കാരണം എത്ര ആൾക്കാരാണെന്നറിയോ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാവർക്കും കാട്ടാം വിഷ്ണുമായനുണ്ട് തരുമോ, വിഷ്ണുമായനുണ്ട് കൊണ്ടച്ചാതാവോ, ബിസിനസ് നടക്കുമോ, അത് നടക്കുമോ, ഇത് നടക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കും. ഇവരുടെയൊക്കെ പ്രശ്നം ഇതും തന്നെയാണ്. ഈ ഉണ്ടായിരുന്ന പൈസയും പോയിട്ടും അല്ലെങ്കിൽ കുറേ പൂജകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു വഴിത്തിരിവ് സ്വാമിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. ഈ ചെയ്യുന്ന വ്യക്തി അവനവന്റെ സുഖത്തിനല്ലാതെ വരും തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മക്കളുടെ ജീവിതം സൗഭാഗ്യകരമാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ലളിതവും അതുപോലെ തന്നെ കഠിന പ്രയത്നത്തിലും കൂടി ജീവിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രം തന്നെയാണ് ഇതൊക്കെ ഒരു അനുഗ്രഹമായി വരുള്ളൂ എന്നുള്ളതാണ്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.